ആൾ മാർക്കറ്റ് കാലത്ത് 8 മണിക്ക് ശേഷം നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ ഏകദേശം 50 പോയിൻ്റ് ഡൗൺ ആണ് കാണിക്കുന്നത്. പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ആണോ അത് വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു കൺസോൾട്ടേഷനായിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ. ഐ ടി സെക്ടറിൽ എ ഡി ആർ നോക്കുമ്പോൾ ഇൻഫോസിസിൻ്റെ എ ഡി ആർ ഏകദേശം 2% അപ്പാണ്. വിപ്രോൻ്റെ എ ഡി ആറും 2% അപ്പാണ്. പക്ഷെ ബാങ്കിൻ്റെ കുറച്ച് ഡൗണായി. ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് ഒരു പ്രധാന ബെസ്റ്റ് ബൈകളൊന്നുമില്ല. 2 കമ്പനികളുടെ ICICI ബാങ്ക് HDFC റിസൾട്ട് നന്നായി കണ്ടു എന്നുള്ള ലെവലിലാണ് ബാങ്കിൽ ഈ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ആ സമയത്ത് മാർക്കറ്റ് വേൾഡിൽ ഒരു വിഷയങ്ങളൊന്നുമില്ല. താരിഫ് വാർ ഒരു സ്പീഡ് കുറഞ്ഞു എന്നറിഞ്ഞ ഇവിടെ തന്നെ ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് സ്വാഭാവികമാണ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് അടുത്ത സെക്ടറിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ബാങ്ക് സെക്ടറിലാണ് വീണ്ടും കുറച്ചും റിസ്ക് കുറവ് എന്നുള്ള നിലയ്ക്കാണ് ആ മൂവ്മെൻറ്റ് കണ്ടത്. പക്ഷെ ആ മൂവ്മെൻറ്റ് 2 ദിവസത്തിനുള്ളിൽ അവസാനിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് കയറിയ ബാങ്ക് നിഫ്റ്റി കുറച്ച് കറക്ഷനിലേക്ക് പോവുകയാണ്. അത് ഡോളർ ഇൻഡെക്സ് ആണ്. നിങ്ങൾക്കറിയാം, ഡോളർ ഇൻഡെക്സ് ഇവിടുന്ന് ഇത്രയും വലിയ ലെവലിൽ തഴുതി പോയിരുന്നു. അതിൽ നിന്ന് പോയി ഇവിടെ വന്ന് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് ചിലപ്പോൾ ഇങ്ങോട്ട് കുറച്ച് റിക്കവർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കറൻസികളെ ബാധിക്കാൻ തുടങ്ങും. അങ്ങനെ കറൻസികളെ ബാധിക്കുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സെക്ഷൻ വരുന്നതും ബാങ്ക് ആയിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പോവുക. ഏതെങ്കിലും രീതിയിൽ ഈ റിക്കവറി ഈ സെക്ടറിൽ വരികയാണെങ്കിൽ, ഡോളർ ഇൻഡെക്സിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കറൻസി ഒന്ന് ഇത്രയും നിന്ന് നിലനിൽപ്പിൽ വന്ന കറൻസി ചിലപ്പോൾ ഒന്ന് ബാക്ക്വേർഡിൽ വരികയാണെങ്കിൽ ബാങ്ക് ഷെയർസുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. ഇതൊക്കെ ഒരു ഐഡിയകളാണ്. ആ രീതിയിൽ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ബാങ്ക് ഇൻഡെക്സിൽ നിന്ന് വേഗം ബാങ്കിൽ നിന്ന് ഒഴിവാകും, അങ്ങനെയല്ല പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഒരു മൂവ്മെൻറ്റ്സുകൾ മാർക്കറ്റിന് പല കാര്യങ്ങൾ വെച്ചാൽ മാർക്കറ്റ് കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റുക? പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോഴും ബാങ്കിൽ ലാഭം കിട്ടുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, താഴെ വരുമ്പോൾ മാത്രം ബൈ ചെയ്യുക. അടുത്ത് ഞാൻ ടെറർ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. അത് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. ഒന്ന് നിങ്ങൾക്കറിയാം, ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടൂർ വരുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോളിഡേ മൂഡ് നിൽക്കുന്ന എല്ലാവരും അത് ക്യാൻസൽ അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ തിരിച്ചടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോൾഡ് ചെയ്യുക. ഒരു അൺസർട്ടനിറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ബാങ്കിന് മോശമാണ്. അതിൽ സെലക്റ്റീവ് ബാങ്കാണ് അവിടെ വരുന്നുള്ളൂ. എയർലൈന് പ്രശ്നം വരുന്നുണ്ട്, ഹോട്ടൽ സ്റ്റോക്സിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സെക്ടറാണ് ഈ സെക്ടർ വരുന്നത്. ഇതിന് നേട്ടമുള്ള സെക്ടറിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. എങ്കിൽ തന്നെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിലൊക്കെ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ആക്റ്റീവായിട്ട് വരുന്നത് ഹോട്ടൽ ആൻഡ് എയർ ആണ്. കാരണം അവരാണുള്ള ഈ സമയങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ട്. പിന്നെ അവിടുത്തെ ടൂറിസം ബിസിനസ് ലോസ് നമുക്കങ്ങനെ ടൂറിസം കമ്പനികളെടുത്ത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അത് ഞാൻ കുറച്ച് 2-3 ഞാൻ കാണിച്ചു തരാവുന്നതാണ്. അതൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത്. റിസൾട്ടിൽ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടാണ്. അപ്പം ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് 24-ാം തീയതി ഉണ്ട്. സെയിൻറ്റിൻ്റെ റിസൾട്ട് ഉണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ റിസൾട്ട് ഇന്നാണ്. ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ട്, IEX ഒക്കെ കുറച്ച് റിസൾട്ടുകൾ അത്ര ക്വാളിറ്റി ഇല്ലാത്ത റിസൾട്ടുകളൊക്കെ വരാനുള്ള ഓപ്ഷൻസുകൾ ഇവിടെ ഓപ്പണാണ്. ACC റിസൾട്ട് ഉണ്ട്. പിന്നെ താഴത്തേക്ക് പോകുമ്പോൾ എംഫസിസാണ് റിസൾട്ട്. കുറച്ചും കൂടി കൂടുതൽ ഹോൾഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, അങ്ങനത്തെ റിസൾട്ട് കൗണ്ടറുകൾ ശ്രദ്ധിക്കുക. SBI കാർഡിൻ്റെ റിസൾട്ട് ഉണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. SBI ലൈഫ് റിസൾട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വാരിയുടെ റിസൾട്ട് വളരെയധികം ശ്രദ്ധിച്ചോളൂ. കാരണം ചിലപ്പോൾ നല്ല റിസൾട്ട് എങ്ങാനാണെങ്കിൽ ഒരു ഹ്യൂജ് ജമ്പ് തന്നെ മാർക്കറ്റിലുണ്ടാവും വാരിയുമ.
ടാനില സൊല്യൂഷൻ ശ്രദ്ധിക്കാവുന്ന കൗണ്ടറാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുകയാണ്. മെയിനായിട്ട് ചോള ഫിനാൻസിൻ്റെ റിസൾട്ട് 25-ാം തീയതി വരുന്നു. ഫോഴ്സ് മോട്ടറിൻ്റെ 25-ാം തീയതിയാണ്. മഹാ ബാങ്ക് 25, മാരുതി 25, NDTV 25, പൂനാവാല ഫിനാൻസിൻ്റെ 25, RBL ബാങ്ക് 25, റിലയൻസ് 25-ാം തീയതി ശ്രദ്ധിക്കുന്നത്. റിലയൻസ് 25-ാം തീയതി റിസൾട്ട്. ടാറ്റ ടെക് 25 റിസൾട്ട്. അത് കഴിഞ്ഞ് പോകുന്നത് തേജസ് നെറ്റ് നോക്കേണ്ടതാണ്. റിസൾട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ സിമൻറ്റ്, MRPL ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. കാരണം ഈ ഇങ്ങനത്തെ ഇന്ന് ഇപ്പോഴും നോക്കുമ്പോൾ ഈ റിലയൻസ് റിസൾട്ട് ഒഴിച്ച് ബാക്കിയൊക്കെ ചെറുകിട കുറേ റിസൾട്ടുകളാണ് വരുന്നത്. മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസിന് സാധ്യതയുണ്ടാകുന്ന റിസൾട്ടുകളാണ്. സെൻട്രൽ ബാങ്ക് 28-ാം തീയതിയിലത്തെ റിസൾട്ട് അട്രാക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. സെൻട്രൽ ബാങ്ക് അപ്പോൾ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് സെൻട്രൽ ബാങ്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ലതാണ്. KFINTECH 28-ാം തീയതി, ഒബ്റോയ് റിയൽറ്റി 28-ാം തീയതി. ഇതൊക്കെ നിങ്ങൾക്ക് BSE റിസൾട്ട് കലണ്ടറിൽ അടിച്ചാൽ കാണാവുന്നതാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റാണ് ആ ഡേറ്റിൽ നമ്മുടെ ഷെയർസിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇത് ചെയ്യുന്നതിൽ കുഴപ്പങ്ങളുള്ള ഒരാൾക്കാർ തന്നെയാണ് കൂടുതലും ഈ ഷെയർ മാർക്കറ്റ് ലോസ് എന്ന് പറയുന്ന ആൾക്കാർ. റിസൾട്ടിനെ കുറിച്ച് റിസൾട്ട് വന്നു. റിസൾട്ട് വരുമ്പോഴാണ് നമ്മൾ തീരുമാനിക്കുക ഈ ഷെയർ ഹോൾഡിങ് ഇനി മുന്നോട്ട് പോകണ്ടേ എന്നുള്ള കാര്യം. അപ്പോൾ റിസൾട്ട് കലണ്ടർ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ മാർക്കറ്റ് ടെക്നിക്കൽ പഠിക്കുന്ന ആൾക്കാരെക്കാളും നല്ലതായിരിക്കും റിസൾട്ട് ഒന്ന് പഠിക്കുന്നത്. ഓക്കെ.